നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വെള്ളം കലർത്താൻ കോൺഗ്രസിന്റെ ശ്രമം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനെ ആക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ. ഇന്ത്യ മുന്നണിയിലെ TMC ആയാലും മറ്റു പാർട്ടികളെല്ലാം കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല, രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, പാകിസ്ഥാൻ ചുട്ട മറുപടി കൊടുക്കണമെന്നും ആ പാർട്ടികൾ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത് മനസ്സിലാകാത്തത്? അത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരിക്കലും ഒരു ഇന്ത്യൻ പാരമ്പര്യത്തോട്, ഇന്ത്യൻ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് തോന്നുന്നുണ്ടോ ശ്രീജിത്തിന്? അല്ല, ഒരു കാലത്ത് ഇന്ത്യൻ ദേശീയത വളർത്തിയ കോൺഗ്രസ് ആണ്. ഇന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്നത് സോണിയ നാഷണൽ കോൺഗ്രസ് എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത്തരത്തിലൊരു നേതൃത്വം അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് എങ്ങനെ ദേശീയത പറയാൻ കഴിയും? എങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അതിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരെ ഉയരുന്ന വെല്ലുവിളിയെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ അതിനെ പിന്തുണയ്ക്കാൻ സാധിക്കും? അവർക്ക് അവരുടെ മാതൃഭൂമിയോടല്ലേ സ്നേഹം ഉണ്ടാവുകയുള്ളൂ? അവരെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വിദേശ രാഷ്ട്രം മാത്രമാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം, ആ ആക്ഷേപം സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലല്ലേ കോൺഗ്രസ് പെരുമാറുന്നത്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ, ഈ കാശ്മീരിലുണ്ടായതും ഈ അതിർത്തിയിലുണ്ടായതുമായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. രാജ്യം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വാർത്തയും രാജ്യത്ത് ഇത്രയും ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്നില്ല. ജനം മുഴുവനും ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യ എന്ത് ചെയ്യും, നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇമയനക്കം പോലും, ഒന്ന് കണ്ണ് ചിമ്മുന്നത് പോലും വളരെ സൂക്ഷ്മമായിട്ട് രാജ്യത്തെ 145 കോടി പൗരന്മാരും ശ്രദ്ധിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എവിടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? ഈ പ്രതിപക്ഷ നേതാവിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് മോദിയെ കാണാനില്ലെന്നാണ്. മോദിയെ കാണാനില്ലെന്ന് പറയുമ്പോൾ മമതാ ബാനർജിയും മറ്റു പാർട്ടികളും, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പറയുന്നത് മോദി ഡൽഹിയിൽ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. മോദിയെ കൃത്യമായിട്ട് നമ്മൾ ഡൽഹിയിൽ കാണുന്നു, UP യിൽ കാണുന്നു, ഹരിയാനയിൽ കാണുന്നു, അല്ലേ? നീ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ സംഭവം നടന്ന സ്ഥലം അവിടെ സന്ദർശിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയേണ്ടത്. നമുക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും പക്ഷേ അദ്ദേഹം ഡൽഹിയിലിരിക്കുന്നു, എല്ലാ ദിവസവും വാർത്തകൾ വരുന്നു, സേനാ മേധാവികളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു, പ്രതിരോധ മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, ആസൂത്രണങ്ങൾ നടക്കുന്നു, അല്ലേ? ഇതിൻ്റെ കുറ്റവാളികളെ പിടികൂടാൻ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ നിന്നുമെല്ലാം ഈ രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവനകൾ ഉണ്ടാകുന്നു. മോദിയെ ലക്ഷ്യമിട്ടതാണ് ചില പ്രസ്താവനകൾ എന്ന് പറയുമ്പോഴും അത് രാജ്യവിരുദ്ധമായി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട്. പല ട്വീറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇത്തരം പ്രസ്താവനകളും പാകിസ്ഥാൻ കൃത്യമായി ആയുധമാക്കി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്ന് പറയുന്ന എക്സ് അക്കൗണ്ട്. എക്സ് നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആ എക്സ് അക്കൗണ്ടിൽ നിന്ന് ട്വീറ്റ് ചെയ്ത ഒരു പോസ്റ്റ്, അതായത് എങ്ങനെ ഈ അതിർത്തിയിൽ നിന്ന് 150-200 കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ ഇവർ നുഴഞ്ഞു കയറി എത്തി, ഇവർക്ക് ആര് ആയുധങ്ങൾ കൊടുത്തു, ഈ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഇവരെങ്ങനെ ഈ അതിർത്തി കടന്ന് ഇവിടെ എത്തി എന്നൊക്കെയാണ് ആ ട്വീറ്റിൽ ചോദിക്കുന്നത്. ആ ട്വീറ്റാണ് ശത്രുരാജ്യം എടുത്ത് ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ഇതൊക്കെ പിൻവലിച്ചു. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ രാജ്യം ഒരു സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ വെല്ലുവിളി നേരിടുമ്പോൾ, വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് പരിശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു 5ാം പത്തി സമീപനമാണ് കോൺഗ്രസിൻ്റേത്. അതിന് കാരണം കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയ ദേശസ്നേഹികളായ ആൾക്കാർ ഇവിടെ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരുടെയൊക്കെ കാലത്ത് എന്തെങ്കിലും അത്തരത്തിലൊരു സംഭവം നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടായാൽ അവർ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. ഒറ്റക്കെട്ടായി രാജ്യത്തെ അണിനിരത്തി നമ്മൾ മുന്നോട്ട് പോയിരുന്നു, ആക്രമണങ്ങളെ പ്രതിരോധിച്ചിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ആരെ ആക്രമിച്ച ചരിത്രമില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നവരെ വെറുതെ വിട്ട ചരിത്രവുമില്ല. അതുകൊണ്ട് തന്നെ
അത്തരത്തിലുള്ള ഒരു ധീരോദാത്തമായ ഒരു ചരിത്രം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് പോലും ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. ഇന്നത്തെ കോൺഗ്രസ്സിനെ അത് പഠിപ്പിക്കാൻ ആരും ഇല്ല. ഇന്ന് അവരെ പഠിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയും പപ്പുവിനെ പ്രധാനമന്ത്രിയാക്കണം, എങ്ങനെയും അധികാരം നെഹ്റു കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അവർ ചൈനയിൽ പോവും, അവിടുത്തെ കമ്പനികളുമായിട്ട് ഒത്തുചേരും, ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കും, ചൈനീസ് ഗവൺമെൻറ്റിനോട് ആളും അർത്ഥവും തേടും. വേണമെങ്കിൽ അവിടെ ചെന്ന് ഇന്ത്യയെ നിങ്ങൾ ആക്രമിച്ചോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പിന്തുണ നൽകിക്കൊള്ളാം എന്ന് വരെ പറയും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും വിദേശ രാജ്യത്ത് സന്ദർശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകും, ഉടൻ തന്നെ ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. രാഹുൽ അമേരിക്കയിൽ പോയി എന്താ ചെയ്തത്? നമ്മുടെ രാജ്യത്തിനെതിരെ അമേരിക്കയിൽ ചെന്നിരുന്നു വലിയ ഗമണ്ടൻ പ്രസ്താവന നടത്തുകയായിരുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് അത് തെളിവ് സഹിതം പുറത്തു വിട്ടില്ലേ? സ്പുട്നിക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ എന്താ പുറത്തു വന്നത്? രാഹുൽ അമേരിക്കയിൽ ചെന്ന് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരനായ നദേൽ ആൻഡേഴ്സണുമായിട്ട് ചർച്ച നടത്തി. എന്താ ചർച്ച നടത്തിയത്? അദാനി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി മൂല്യം ഇടിക്കുക, അതിനെ തകർക്കുക. എന്താ അദാനി ചെയ്ത കുറ്റം? അദാനി എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ഇന്ന് വിദേശ രാജ്യങ്ങളിലടക്കം തുറമുഖങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് വലിയ തോതിൽ ഇന്ത്യയിലേക്ക് വിദേശ നാണ്യം കൊണ്ടുവരുന്നു, അല്ലേ? റെമിറ്റൻസ് വരുന്നു ഇന്ത്യയിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയെ, ഇന്ത്യ ഗവൺമെൻറ്റിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യക്കകത്തും പുറത്തും സപ്പോർട്ട് ചെയ്യുന്ന അദാനിയുണ്ട്, അംബാനിയുണ്ട്, ടാറ്റയുണ്ട്, അങ്ങനെ നിരവധി കമ്പനികളുണ്ട്. IT കമ്പനികൾ തന്നെ എത്ര എണ്ണമുണ്ട്? എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവരെ താറടിക്കുക, അവരെ മോശക്കാരാക്കുക, അവരെ തകർക്കുക. എന്തിനാണ്? ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെയിടുക. ഈ രാഹുൽ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ കമ്പനികളല്ല സർക്കാരിനെ അവിടെ എടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളാണ്. അവർ വോട്ട് ചെയ്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ അദാനിയോ അംബാനിയോ ടാറ്റയോ ബിർളയോ ഒന്നും വിചാരിച്ചിട്ടല്ല നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള ആ സത്യം, അത് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധി പോലും രാഹുലിനില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇവർ ഈ അഞ്ചാം പത്തി പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെയും പ്രധാനമന്ത്രി കസേര പിടിക്കുക, എങ്ങനെയും BJP അധികാരത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇത്തരം ലക്ഷ്യം വെക്കുമ്പോൾ ഇതാ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുക. എന്നിട്ടും അതെന്താണ് കോൺഗ്രസ് തിരിച്ചറിയാത്തത്? മമതാ ബാനർജി അടക്കമുള്ളവരാണ് രംഗത്ത് വന്നത്, മായാവതി രംഗത്ത് വന്നു, കാശ്മീരിലെ പല നേതാക്കളും രംഗത്ത് വന്നു. അങ്ങനെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ രാജ്യം മാറിയിട്ടുണ്ടല്ലോ. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നത് മാത്രമല്ല ശ്രീജിത്തെ, നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കൾ എവിടെ പോയി? കപിൽ സിബിൽ എവിടെ പോയി? ഗുലാം നബി ആസാദ് എവിടെ പോയി? ചിലരൊക്കെ മരിച്ചുപോയി. അഹമ്മദ് പട്ടേലിനെ പോലെയുള്ളവർ ജീവിച്ചിരുന്നെങ്കിൽ അഹമ്മദ് പട്ടേലും കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞേനെ. ഇന്ന് കോൺഗ്രസിനൊപ്പമുള്ള ദേശീയ നേതാക്കൾ എത്ര പേരുണ്ട്? നമുക്ക് വിരലിലെണ്ണി എടുക്കാം. ഒരു ജയറാം രമേശ് ഉണ്ട്, പിന്നെ ഒരു ചിദംബരമുണ്ട്, പിന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു KC വേണുഗോപാലുണ്ട്. അല്ലാതെ എത്ര നേതാക്കൾ കോൺഗ്രസിനോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നു? അതായത് സോണിയ കുടുംബത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന മണിശങ്കർ അയ്യർ വരെ ഇപ്പോൾ മാറി നിന്ന് സോണിയയും മക്കളെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ കോൺഗ്രസുമായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്ന എല്ലാവരും അവരെ വിട്ടുപോയി. ഇന്നിപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ അവരെ നിഷ്കാസനം ചെയ്യുമ്പോൾ, ബഹിഷ്കരിക്കുമ്പോൾ, കോൺഗ്രസ്സിന് പുറത്തുള്ള ഈ മുന്നണിയിൽ നിൽക്കുന്ന, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിൽക്കുന്ന മറ്റു പാർട്ടികൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവർക്കറിയാം ഇതിൻ്റെ അപകടം എന്താണ്. ഇന്ന് ഈ പറയുന്നത് പോലെ ഇന്ത്യ ഗവൺമെൻറ്റിനെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന, ഒരു വലിയ വെല്ലുവിളി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നമുക്ക് നേരെ ഒരു വലിയ ആക്രമണം, നമ്മുടെ പരമാധികാരവും അഖണ്ഡതയും ചോദ്യം ചെയ്തുകൊണ്ടൊരു ആക്രമണം നടക്കുമ്പോൾ, ശത്രുരാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ, അതിനെ എതിർക്കുന്നതിന് പകരം സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ചീത്ത പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെടുത്ത് പഞ്ഞിക്കിടും എന്നുള്ള തിരിച്ചറിവ് മമതയ്ക്കുണ്ട്, അഖിലേഷ് യാദവിനുണ്ട്, മായാവതിക്കുണ്ട്, സ്റ്റാലിനുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ നാട്ടിലെ പിണറായി വിജയന് പോലും ആ തിരിച്ചറിവുണ്ട്. പക്ഷേ ആ തിരിച്ചറിവില്ലാത്ത ഒരു കൂട്ടർ സോണിയ കുടുംബം മാത്രമാണ്.
അതുകൊണ്ട് തന്നെ സോണിയ കുടുംബത്തിന് കൃത്യമായിട്ടും കോൺഗ്രസിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനമാണ് സോണിയ കുടുംബം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉയരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയെ ഡൽഹിയിൽ കാണാനുണ്ട്, അദ്ദേഹത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ വലിയ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ ഇവിടെ എങ്ങും കാണാനില്ല. ഈ രാഹുൽ ഗാന്ധി ഒരു വട്ടമെങ്കിലും വന്നൊന്ന് പത്രസമ്മേളനം നടത്തി എന്താണ് കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്നൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, അത് പറയാനുള്ള ഒരു ശേഷി പോലും രാഹുലിനില്ല എന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ.